ചേട്ടാ, ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ ഉദ്ഘാടനത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനെ ക്ഷണിക്കാത്തതും അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും മറ്റുള്ള മന്ത്രിമാരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ വെറും ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള സ്ഥാനം മാത്രം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള സ്ഥാനം മാത്രം അലങ്കരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരെ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചതും ഒക്കെയാണ് ചർച്ചകളിൽ നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്നത്. ചാനലുകളെല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ പറ്റിയ ഒരു ഒരു ഇര കിട്ടിയ ആവേശത്തോടു കൂടി ഈ ഒരു വാർത്തയെ പിച്ചു ചീന്തി പറിച്ച് പല രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല. ചേട്ടാ, ഇതിന്റെ പിന്നിൽ നമ്മളറിയാത്ത എന്തൊക്കെയോ യാഥാർത്ഥ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. അവരറിയേണ്ട സത്യങ്ങളാണത്. ആ സത്യങ്ങൾ എന്താണെന്നുള്ളത് ചേട്ടൻ പറയുക. അതായത് അങ്ങനെ വലിയ രഹസ്യമൊന്നും വലുതായിട്ടൊന്നും അങ്ങനെ പറയാനൊന്നും ഇതിലില്ല. കോമൺ ബുദ്ധിയുള്ള പത്രം വായിക്കുന്നവർക്ക്, പൊതുവിവരങ്ങൾ അറിയുന്നവർക്കൊക്കെ അത് അറിയാം. അതായത് ഇത്തരത്തിൽ ഒരു പാതയുടെ നിർമ്മാണം എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ദേശീയപാത വികസിപ്പിക്കൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ആകെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ടാകും. ആ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഓരോ സംസ്ഥാനത്തെയും റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് NH-66 മുതൽ അല്ലെങ്കിൽ NH-47 ആവട്ടെ, ഏത് NH ആവട്ടെ, നാഷണൽ ഹൈവേ ആവട്ടെ, അതിന് ഫണ്ട് മാറ്റിവെക്കും. അതായത് ഇത്തരത്തിൽ ഈ പറയുന്ന ധനകാര്യമന്ത്രി അതാത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിക്കാറുണ്ട്. അപ്പോൾ ഈ ഫണ്ട് അനുവദിക്കുമ്പോൾ ആ ഫണ്ട് എത്രയാണ് കേരളത്തിന് അനുവദിച്ചെന്നൂടെ പ്രശാന്ത് ചോദിച്ചു. ആ ഒരു രഹസ്യം എന്ന് പറയുന്നത് രഹസ്യമല്ല. ഇത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ സാധാരണക്കാരായ ആൾക്കാർക്ക് കണക്കുകൾ അറിയില്ലായിരിക്കും. എന്നാൽ 65,000 കോടി രൂപയാണ് കേരളത്തിലെ ഈ പറയുന്ന ദേശീയപാത വികസനത്തിനായിട്ട് കേന്ദ്രം കേരളത്തിന് നൽകുന്നത്. അതിൽ കേരളത്തിന്റെ ഷെയർ എന്ന് പറയുന്നത് വെറും 5,000 കോടി മാത്രമാണ്. ഇനി ഒന്നുകൂടി ഇതിൽ പറയാനുണ്ട്, സ്ഥലം കണ്ടെത്തേണ്ടത്. ഇപ്പോ നമ്മുടെ ഇവിടെ റെയിൽവേ വികസനം വരുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് വികസനം വരുമ്പോൾ റോഡിന്റെ ഓരത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കണം. അത് ഈ പറയുന്ന ഡൽഹിയിൽ നിന്ന് ആള് വന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ എന്തിനാ ഇവരിവിടെ ഭരിക്കുന്നത്? ഇവർ ചെയ്യണ്ടേ? പിന്നെ ഈ പറയുന്ന അമ്മാവനായാലും മരുമോനായാലും മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പദത്തിൽ ഇരിക്കുമ്പോൾ മന്ത്രിപദം എന്ന് പറയുന്ന ഇന്നോവ കാറിൽ ചീറിപ്പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും റീൽസ് ഉണ്ടാക്കാനും അല്ല. ഇതൊക്കെ ഈ പണി ചെയ്യാൻ വേണ്ടിട്ടാ. ഇപ്പൊ ഇന്നോവ കിയ കാർണിവലാണ്. എനിക്ക് പേര് കിയ കാർണിവൽ ആയാലും അതെ, എന്ത് ഇന്നോവ ആയിരുന്നാലും കിയ കാർണിവൽ ആയിരുന്നാലും ആസനം ഉറപ്പിച്ച് വെക്കാൻ കൂടിയ, അതായത് ആസനം ഉറപ്പിച്ചിരുന്നു പോകാൻ തങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് LDF ഭരിക്കുമ്പോൾ ലോകത്തിലെ വില കൂടിയ കാറിൽ സഞ്ചരിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെയാണ്. നിങ്ങൾ എന്തായി പറയുന്നേ? കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇടം ബലവും ബ്ലാക്ക് കാറ്റ് വേണം. രജനീകാന്ത് നടക്കുന്നത് പോലെ വെള്ളം ഉണ്ടെടുത്ത് ഷൂസ് ഇട്ട് ഹാഫ് ഷൂ ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കണം. താൻ നടക്കുന്നത് സിനിമയിലാണോ വെള്ളിത്തിരയിലാണോ എന്ന് അദ്ദേഹത്തിന് തന്നെ അങ്ങ് ചിന്തയാണ്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടൊക്കെ കേട്ട് പുളകിതനാവുകയാണ്, രോമം എണീറ്റ് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ 65,000 കോടി കേന്ദ്രം ചിലവാക്കുമ്പോ അവർക്ക് എന്ത് കൊട്ടിഘോഷിച്ചൂടെ? 5,000 സാർ നിങ്ങൾ സ്ഥലം എടുക്കാനേ പറഞ്ഞോളൂ സാർ, സ്ഥലം എടുത്തു കൊടുക്കാനേ പറഞ്ഞോളൂ സാർ, സ്ഥലം എടുത്തു കൊടുത്താൽ മതി സാർ, സ്ഥലം എടുക്കുന്ന കാര്യങ്ങൾ ചെയ്തോളൂ, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട സാർ, ഡെക്കറേഷൻ ഞങ്ങൾ കാശ് ഇറക്കുന്നുണ്ട് സാർ, ഡെക്കറേഷൻ ഞങ്ങൾ ചെയ്തോളാം സാർ. ഇതാണ് BJP പറഞ്ഞത്. അതിൽ എന്ത് തെറ്റ് സഹോദര? പക്ഷേ ചേട്ടാ, ഒരു സംസ്ഥാനം ഭരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിക്കാതിരിക്കുന്നത് ഇച്ചിരി അല്പത്തരമായി പോയി. അത് അല്പത്തരമല്ല പ്രശാന്തേ. അതായത് ഈ പറയുന്ന രീതിയിൽ ഏരിയ പിടുത്തം പറയും. ചില മിടുക്കന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്. ചില മിടുക്കന്മാരെന്ന് പറയും, അതായത് ഒരു ഉണ്ണാക്കും ചെയ്യത്തില്ല, പക്ഷെ എന്നിട്ട് ബാക്കി ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതിന്റെ ഓരം ചേർന്ന് നിന്ന് അടിച്ചോണ്ട് പോകുന്ന ചില ഉണ്ണാക്കന്മാരുണ്ട്. അതിലൊരു ഉണ്ണാക്കനാണ് ഈ പറയുന്ന ഉണ്ണാക്കൻ എന്ന് ഞാൻ പറയുന്നു. അങ്ങനെയൊന്നും ഞങ്ങളുടെ മരുമോനെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട കേട്ടോ. ഞങ്ങളുടെ മരുമോന് വലിയ വ്യക്തമായ വാറുണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് ഞങ്ങളെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഇല്ല. കാരണം എന്ന് ചോദിച്ചാല് ഞമ്മക്ക് ഞമ്മന്റെ നാടുണ്ട്, ഞമ്മന്റെ നാട്ടില് നമ്മൾ റോഡ് ഷോ നടത്തും കേട്ടോ. അപ്പൊ ഇപ്പം പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയ പാത ഉദ്ഘാടനത്തിന് ബദൽ പരിപാടിയുമായിട്ട് റിയാസിന്റെ ടീമും ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക്, അതായത് ഇവിടെ ഉദ്ഘാടനം നടക്കുന്ന അതേ സമയത്ത് തന്നെ രാമനാട്ടുകര വെങ്ങളം റീച്ചില് റിയാസിന്റെ ഒരു റോഡ് ഷോ ഉണ്ട് കേട്ടോ. റോഡ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന് റീലൊക്കെ ഇടും. ഇവിടുത്തെ റീല് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒന്നുമില്ല. നമ്മളങ്ങനെ ആരും തോപ്പിക്കാൻ. രാമനാട്ടുകര കറക്റ്റ് ആയിട്ട് സ്ഥലം പറയുകയാണെങ്കിൽ വെങ്ങളം റീച്ച് കോഴിക്കോട്. കോഴിക്കോടല്ലേ കളിക്കാൻ പറ്റുള്ളൂ. കോഴിക്കോട് പുള്ളിക്കാരന്റെ സ്വന്തം സ്ഥലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് ആദ്യത്തെ വാർത്ത കേട്ട് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സഹതാപം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അദ്ദേഹത്തോടൊരു ബഹുമാനമുണ്ട്. കാരണം നമ്മുടെ ഒരു മിനിസ്റ്ററാണ് അല്ലേ, അദ്ദേഹത്തെ വിളിച്ചില്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷെ ഈ ഷോ കാണിക്കാതെ അദ്ദേഹം പോയി വീട്ടിൽ ഇരിക്കുമായിരുന്നുണ്ടെങ്കിൽ ആ ഒരു സഹതാപ തരംഗത്തിനെങ്കിലും 10 വോട്ട് കിട്ടിയേനെ. അല്ല, ഏതായാലും നമ്മൾ ഈ പറയുന്ന 65,000 കോടിയുടെ ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ ഈ പറയുന്ന കേരള ഗവൺമെന്റിനെ അനുവദിക്കുന്നു. അത് ആരെങ്കിലും കണക്ക് പുറത്ത് പറഞ്ഞിട്ടുണ്ടോ? പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ അതങ്ങ് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രശാന്ത് ഈ റോഡ് തകർന്നു വീണു മലപ്പുറത്ത്. അവിടെ റീൽസ് എടുക്കാൻ ബഹുമാനപ്പെട്ട മാത്രമല്ല അല്ല നിരവധി സാർ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംസാരത്തിൽ നമ്മൾ പറഞ്ഞു ഒരു ഭീം അല്ലെ നമ്മൾ ഇവിടുന്ന് ഗുരുവായൂരേക്ക് ബസ്സിൽ തൃശ്ശൂര് നമ്മള് ഗുരുവായൂരേക്ക് പോകുന്ന വഴി നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് പേടിയാണ്. അതെ, ഈ പറയുന്ന വെച്ചൊട്ടിച്ചുള്ള കൺസ്ട്രക്ഷൻ പണികൾ കാണുമ്പോൾ ദൈവം നമ്മൾ പോകുന്ന വാഹനത്തിലോട്ട് വല്ലോ ഇത് മറിഞ്ഞു വീഴോ എന്നൊരു തോന്നല്. അപ്പൊ ഈ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോ ഇതാണ് പറയുന്നത്, പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബുദ്ധിയുണ്ടെന്ന് പറയും. ഇത് ആന മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്. പ്രശാന്ത് ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ കഴിഞ്ഞ ദിവസം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ നഴ്സുമാർ കൂവിയത് പ്രശാന്തിന് ഓർമ്മയുണ്ടോ? ഞാനല്ലേ ചർച്ച എടുത്തത്. നമ്മളല്ലേ ആ സംസാരം, നമ്മൾ രണ്ടു കൂടെ ഇരുന്നല്ലേ സംസാരിച്ചത് അല്ലെ? അപ്പൊ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ട ഒരു രംഗം എന്തായിരുന്നു? ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ നഴ്സസിന്റെ മുമ്പേ കൂടെ ഒരു തേരിലൂടെ സഞ്ചരിക്കുന്നത് പോലെ PA മുഹമ്മദ് റിയാസ് സഞ്ചരിക്കുന്നു. അപ്പൊ കൂവി നാട്ടിയതാര്? സ്ത്രീകളല്ലേ? അപ്പൊ ഈ 12 മണിക്കുള്ള യാത്ര എവിടെയാണ്? അതേ കോഴിക്കോട് തന്നെയല്ലോ. അതേ കോഴിക്കോട് അദ്ദേഹം ഇത്തരത്തിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കൂവി നാട്ടാനായി ഇനി ഏതെങ്കിലും സ്ത്രീകൾ വരാതിരുന്നാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന തേരിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസെ തലയ്ക്ക് വെളിവും ബോധമൊക്കെ തനിക്ക് നഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്നു. ഇതെന്തെന്നറിയോ? ഇത് താൻ എന്തോ ഒരു സംഭവമാണ് എന്ന് റിയാസിനെ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാവോ? അദ്ദേഹത്തിന് ചില ഉപജാപ സംഘങ്ങളുണ്ട്. ഇപ്പൊ പ്രശാന്ത് ഒരു വലിയ പോസ്റ്റ് ഇരിക്കുവാണ്. പ്രശാന്തിനെ പുകഴ്ത്താനായി ഒരു 25 പേര്. പ്രശാന്ത് കാണാൻ സുന്ദരനാണ്, പ്രശാന്തിന്റെ താടിരോമങ്ങൾ സുന്ദരമാണ്, പ്രശാന്തിന്റെ തലമുടി സുന്ദരമാണ്, പ്രശാന്തിന്റെ കമ്മലുകൾ സുന്ദരമാണ്, പ്രശാന്തിന്റെ ചിരി സുന്ദരമാണ്. ഇത്രയും പറയുമ്പോൾ പ്രശാന്ത് വിചാരിക്കുമ്പോൾ ഞാൻ ഒരു വലിയ സംഭവം തന്നെ. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ആയിക്കോട്ടെ, ഞാൻ ഇതിന്റെ ഒരു ഗൗരവത്തിൽ പറയുവാണ്. അതായത് പ്രശാന്ത് വിചാരിക്കും പ്രശാന്ത് ഒരു വലിയ സംഭവമാണെന്ന്. എന്നിട്ട് പ്രശാന്ത് നടക്കുമ്പോൾ വിചാരിക്കും മുത്തുമണികൾ താഴെ വീഴുകയാണെന്ന്, ഭൂമി കുലുങ്ങുകയാണെന്ന്. ഒരു ഉണ്ടയും അല്ല. അപ്പൊ അത്തരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മരുമകനെയും വാഴ്ത്തിപ്പാടേണ്ടത് ചില ആൾക്കാരുടെ ആവശ്യമാണ്. 65,000 കോടി കേന്ദ്രം അനുവദിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയും പറയില്ല, മുഖ്യമന്ത്രിയുടെ മരുമകനും പറയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പറയില്ല, LDFും പറയില്ല. ഇതിന് നമ്മൾ ഇത്രയും സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുന്നതിന്റെ കാര്യം ജനം അറിയാത്ത കാര്യമാണ്. ജനം അറിയാത്തതാണ്. സ്ഥലമെടുക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഈ കേരളയിൽ ഇവിടെ നടപ്പാക്കാൻ നോക്കിയത് കണ്ടല്ലോ അല്ലെ പ്രശാന്ത്? ഇതിനകത്ത് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് ഞങ്ങൾ ഇപ്പൊ നേരത്തെ ഒരു ടാഗ് ലൈൻ പറഞ്ഞല്ലോ, മറ്റാരുണ്ട് LDFിനെ പോലെ അല്ലാതെ എന്ന് ചോദിച്ചാൽ മറ്റാരുണ്ട് വെട്ടുമേനി ഉണ്ടാക്കാൻ, കമ്മീഷൻ പണം ഉണ്ടാക്കാൻ, പിന്നെ ഊരാളുകളിൽ കാശുണ്ടാക്കാൻ മറ്റാരുണ്ട് എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. അതുപോലെ ഇതാണ്. പക്ഷെ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ, ഈ കേരളിന്റെ കാര്യം ഇപ്പൊ എടുത്ത് പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് അത്ര ദുഃഖമുണ്ട്. നമ്മുടെ ഗോവിന്ദമാമന്റെ അപ്പക്കച്ചവടം പൊട്ടിപ്പോയതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്താണെങ്കിലും ജനങ്ങൾ അറിയണം, ഇതാണ് ഈ കണക്ക് ജനം അറിയണം. ഇതാണ് ഈ 12 മണിക്ക് നടത്തുന്ന യാത്ര. ഈ 12 മണിക്ക് നടത്താൻ പോകുന്ന യാത്ര ഒരു വാരിക്കുഴിയിലേക്ക് റിയാസ് വീഴും, അത്രേ ഉള്ളൂ. ഒരു വലിയ കുഴി, പോകുന്ന വഴിക്കൊരു കുഴി, ആ കുഴിയിൽ റിയാസ് വീഴും, അത്രേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഒരു സിമ്പൽ. കാര്യം നാണം കെട്ട് ഒരു പൊതുമരാമത്ത് മന്ത്രിക്ക് തന്നെ വിളിച്ചില്ലേ എന്ന് കരഞ്ഞിട്ട് കുറെ മണ്ടന്മാര് എടുത്ത്, അല്ല കുറെ മണ്ടന്മാരല്ല, ഇയാളെ മണ്ടനാക്കി കുറെ എണ്ണം ചേട്ടൻ അങ്ങോട്ട് യാത്ര നടത്ത്, നമ്മൾ പുറകെ ഇംഗ്ലാവ് വിളിച്ചോളാം. നാണമില്ലേ?